ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. രാവിലെ അല്ല കയറിയത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 1-ാം തീയതിയാണ്, വൃശ്ചികം 1 കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ ഇന്ന് നമ്മൾ കാപ്പിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ തലേന്നത്തെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, മീൻ കറിയും ഇറച്ചിക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നും കാപ്പിക്ക് ഉണ്ടാക്കിയില്ല. അപ്പം നമ്മുടെയൊക്കെ മലയാളിയുടെയൊക്കെ ദേശീയ ഭക്ഷണം ഉപ്പുമാവെന്നോ ഒക്കെയാണ് പറയുന്നത്. എന്നാലും നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമല്ലേ പഴങ്കഞ്ഞി. നിങ്ങൾക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ അധികം എപ്പോഴും കഴിക്കാറില്ല. ഞാൻ വല്ലപ്പോഴും അങ്ങനെ കഴിക്കാറുള്ളൂ. നമ്മൾ വണ്ണം വയ്ക്കുമെന്ന് വിചാരിച്ചാൽ കഴിക്കാത്തത് കേട്ടോ. അത് കാരണം അപ്പം ഞാൻ നല്ല ചോറ് അങ്ങോട്ട് ചട്ടിയിലോട്ട് ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ കപ്പ വെച്ചു. പിന്നെ തലേന്ന് മേടിച്ച ബീഫ് വരട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കറിയായിരുന്നു, അത് വരട്ടി ഞാൻ പറ്റിച്ചെടുത്തു. പിന്നെ കുറച്ച് സാമ്പാർ, തേങ്ങാ ചമ്മന്തി, പിന്നെ മീൻകറി വെച്ചത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറും തൈരും ഒക്കെ ഒഴിച്ചു വെച്ചു കഴിക്കാനായിട്ട് ഇരുന്നേ. അപ്പോഴത്തേക്കും ഞാൻ അമ്പലത്തിൽ പോയ വീഡിയോ പിന്നീടാണ് അതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ രാവിലെ ഞാൻ പഴങ്കഞ്ഞിയുടെ ഇതാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ പഴങ്കഞ്ഞിയൊക്കെ അപ്പോൾ രാവിലെ തന്നെ ഞാനും ദേവൂട്ടനും അപ്പൂസും കൂടെ അമ്പലത്തിൽ പോയി. വലിയ മോൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചത്. അപ്പോൾ പഴങ്കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനായിട്ട് കാര്യമായിട്ട് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ രാത്രിയിലത്തേക്കുള്ളതാണ്. രാത്രി അപ്പം അപ്പൂസിന് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഓർത്തു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസൊക്കെ കുക്കറിനകത്തോട്ട് കഴുകി കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അത് അടപ്പയിലോട്ടാക്കി കേട്ടോ, ഉപ്പൊക്കെ ഇട്ട്. അതിന് ശേഷം ഞാൻ മാവൊക്കെ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ അരിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തു. പിന്നെ വെള്ളം തിളപ്പിച്ചു ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത് കുഴയ്ക്കുന്ന പരിപാടിയിലാണേ. കണ്ടോ, കുഴച്ച് കഴിഞ്ഞാലുള്ള നമ്മുടെ മാവിൻ്റെ അവസ്ഥ ഇതാണേ. വെള്ള കളറ് അരിപ്പൊടിയല്ലായിരുന്നു. കുറച്ച് കഴിയുമ്പം ഒരുമാതിരി ഗോതമ്പ് പൊടിയുടെ കളറാവും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇവരെ പൊടിക്കുന്നതും മില്ലിൽ പൊടിക്കുന്ന മെഷീൻ, ഗോതമ്പ് പൊടിക്കുന്ന മെഷീനകത്തിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ അതിൻ്റെയായി ഈ കളർ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ പൊടിച്ച ഈ പൊടി കൊണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറേ ഇല്ല. കളറേ കിട്ടത്തില്ല. ഇത് വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഗോതമ്പ് ഇടിയപ്പം പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലാക്കാണല്ലോ. നമ്മൾ പൊടിയായിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ, വറക്കാനെടുത്തപ്പോൾ നല്ല വെള്ള കളറിലിരുന്നു. പിന്നെ മാവ് വറുത്തൊക്കെ കുഴച്ച് വരുമ്പോഴത്തേക്ക് ഒരുമാതിരി ഗോതമ്പ് പൊടിയാണോ ഗോതമ്പ് പൊടിയുടെ കളറാണോ ഒന്നും അല്ലാത്തൊരു അവസ്ഥയാണ്. ഞാനങ്ങനെ അപൂർവമാണ്, ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല ഇടിയപ്പം ഇതിനകത്ത് കളറില്ലാത്തത് കൊണ്ടേ. അങ്ങനെ മാവൊക്കെ നമ്മൾ കുഴച്ചെടുത്തു. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ തട്ടൊക്കെ വെച്ചു കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടൊക്കെ വെച്ചു. ഇന്ന് നല്ല സ്മൂത്തായിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ നേരത്ത് അത് പിഴിഞ്ഞെടുക്കാൻ നേരത്ത് വന്നു കേട്ടോ. അധികം ബലം പിടിക്കേണ്ടി വന്നില്ല. ചില സമയത്ത് നന്നായിട്ട് ബലം പിടിക്കേണ്ട അവസ്ഥ വരും. അത് ചിലപ്പോൾ മാവ് കുഴയ്ക്കുന്ന രീതി വെച്ചായിരിക്കും, അതിൻ്റെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇത് പറയുന്നുമുണ്ട്, അപ്പൂസിനോട് പറയുന്നുണ്ട്, ഇന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ 3 തട്ടിലായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാവ് അത്രയും ഉണ്ടാവും കാണില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ഈ പുതിയ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലാണെങ്കിൽ കുറേച്ചേ വെക്കാൻ പറ്റുള്ളൂ. വലിയ കുഴിയല്ല, ചെറിയ കുഴിയാണ്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇടിയപ്പം വെക്കാനായിട്ടുള്ള. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്ന് ഞാൻ ഇടിയപ്പം എല്ലാം അതിനകത്തോട്ട് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ തട്ടുകളെല്ലാം ഇറക്കി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ 3 തട്ടിനകത്തും വെക്കാനുള്ള ഇടിയപ്പം ഉണ്ടായിരുന്നേ. അപ്പം കുക്കറിലാണെങ്കിൽ ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെച്ച് അത് കിടന്ന് വേവുന്നുണ്ട്. അതിങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇത് നമ്മൾ കൂടുതലും ഞാനാണെങ്കിൽ ഇച്ചിരി മണ്ടയിലോട്ട് ഏറെ ഇടിയപ്പത്തിന് പിഴിഞ്ഞു വെച്ചു. കാരണം ഇങ്ങനെ കൂമ്പാരം എന്ന് പറയത്തില്ലേ, കുറച്ച് മണ്ടയിലോട്ടായിപ്പോയി. അപ്പം ഒരു തട്ട് വയ്ക്കുമ്പോൾ ഒരു തട്ടി മുട്ടിയായിരിക്കുന്നത്. അപ്പം ഇടിയപ്പം ഒരുമാതിരി പതിഞ്ഞു പോയതുപോലെ ആയിപ്പോയി. അപ്പം ഇനി നമുക്കത് ശ്രദ്ധിക്കാം. കാരണം ഇനി കുറച്ചിങ്ങനെ ഇടിയപ്പത്തിൻ്റെ അങ്ങനെ പിഴിഞ്ഞാൽ മതിയല്ലോ. ഇനി ഞങ്ങൾ പിഴിയാന്നാണ് പറയുക കേട്ടോ. ഇതിനെന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇടിയപ്പം പിഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അന്നേരം ഗ്രീൻ പീസ് കറി വയ്ക്കാനായിട്ട് നോക്കിയ സമയത്ത്
എൻ്റെ മസാലയെല്ലാം കാലിയായിരുന്നു. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണല്ലോ മസാലകളെല്ലാം. അപ്പോൾ അത് കാലിയായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ എടുത്ത് പട്ടയൊക്കെ മണത്ത് നോക്കുക മണമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആദ്യം അതെല്ലാം പട്ടയും ഗ്രാമ്പും നമ്മുടെ തക്കോലം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ആദ്യം ഒന്ന് ചൂടാക്കും. എന്നിട്ടേ പിന്നെ നമ്മുടെ പെരുംജീരകം ഇട്ട് കൊടുക്കത്തുള്ളേ. അതൊക്കെ എല്ലാവർക്കും അറിയാൻ ഞാൻ എന്നാലും അങ്ങ് പറയുക കേട്ടോ ഞാൻ ചെയ്യുന്നതേ. അപ്പം ഞാൻ എന്നിട്ടതൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കും. അധികം അങ്ങ് മൂക്കാനൊന്നും നിൽക്കത്തില്ല, നമുക്കൊന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടണമല്ലോ, അതിന് വേണ്ടി അതൊന്ന് ചൂടാക്കി മാറ്റിയെടുക്കും. അപ്പോൾ കുറച്ചേ ഞാൻ പൊടിക്കുന്നുള്ളൂ കണ്ടോ. ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളൂ, ഏലക്കയും അതൊക്കെ. അങ്ങനെ നമ്മുടെ ഗരം മസാലയുടെ ആ മസാലയൊക്കെ ഒന്ന് തണുത്തപ്പോഴത്തേക്ക് ഞാൻ പൊടിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയായി കേട്ടോ. ഇടിയപ്പമൊക്കെ വെന്ത് കിട്ടി. അപ്പോഴത്തേക്ക് പിന്നെ ഗ്രീൻ പീസ് കറിയും കൂടെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മസാലകൾ പൊടികളൊക്കെ ചേർത്ത് ചൂടാക്കി കടുകൊക്കെ വറുത്ത് അതിനകത്തോട്ട് തന്നെ ഞാനങ്ങ് ഒഴിച്ചു വെച്ച് കേട്ടോ കറി. അപ്പം ഗ്രീൻ പീസ് കറി വയ്ക്കുന്നത് അറിയാമല്ലോ, തേങ്ങ അരയ്ക്കാത്ത കറിയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കിയെടുത്തു. ഒന്ന് കടുക് വറുത്ത് താളിച്ച് ഒന്ന് വറ്റി വരുന്നിടം വരെ ഒന്ന് അടപ്പേ വെച്ച് പിന്നെ നമ്മുടെ പൊടിച്ച മസാലയൊക്കെ ഉണ്ടല്ലോ ഞാൻ ആ കുപ്പിക്കകത്തോട്ട് ഇട്ട് വെക്കുവാണ്. തണുത്തതിന് ശേഷം കുപ്പിക്കകത്തോട്ട് ഇട്ട് വെച്ച് ഇത് കുറച്ച് ദിവസം എനിക്ക് ഉപയോഗിക്കാൻ കാണുമേ. അപ്പം അതൊക്കെ ഇട്ട് വെച്ചു. അപ്പം വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഒരു കുട്ടി വീഡിയോ, അതായത് ഒരു ചെറിയ മിനി വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മിനി വ്ളോഗ്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം, കാരണം ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും ചെല്ലുന്നില്ല, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.